നമസ്കാരം, ഞാൻ ലിജി. വ്ലോഗ്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നടൻ കൃഷ്ണകുമാർ കെ ഫാമിലിയിലെ കൃഷ്ണകുമാർ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ചാനലിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അതിൽ 2-3 പാർട്ടായിട്ടൊക്കെയാണ് ആ വീഡിയോ വന്നിരിക്കുന്നത്. അതിൽ അദ്ദേഹം സംസാരിക്കുന്ന കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാനായിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൽ അദ്ദേഹത്തിന്റെ ഫാമിലിയെ കുറിച്ച് വളരെയേറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പറഞ്ഞാൽ BJPയുടെ നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാനായിട്ട് കൃഷ്ണകുമാറിനെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ വരാൻ കാരണം. അപ്പോൾ ഡൽഹിയിൽ ഉണ്ടായ പ്രക്ഷോഭങ്ങളെ കുറിച്ചൊക്കെ കൃഷ്ണകുമാർ കുറച്ച് സംസാരിക്കുന്നുണ്ട്. അതിനോടൊപ്പം അദ്ദേഹത്തിന്റെ ഫാമിലിയെ കുറിച്ചും മക്കളെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ വീഡിയോയിലേക്കൊക്കെ ഇന്ന് പോകാം. പൊതുവെ കൃഷ്ണകുമാറിന്റെ ഫാമിലി എപ്പോഴും എയറിലാണെന്ന് പറയാറുണ്ട്. അപ്പോൾ ഇപ്പൊ തന്നെ നമുക്കറിയാം, ഇപ്പം അടുത്ത് തന്നെ നടന്ന പ്രശ്നം അഹാനയുടെ അമ്മൂമ്മയായിട്ടുണ്ടായ പ്രശ്നം, അതിനു മുമ്പ് ദിയ തന്റെ കുട്ടിയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് പറഞ്ഞ പ്രശ്നം, പിന്നെ അവരുടെ വീട്ടിൽ നിൽക്കുന്ന അപ്പച്ചിയോട് അവരുടെ പെരുമാറ്റം, കുട്ടിയുടെ ബർത്ത്ഡേയുടെ പെരുമാറ്റം, അങ്ങനെ ഫുൾ ടൈം ഈ ഫാമിലി എപ്പോഴും എയറിലാണ്. ഇന്ന് ഇപ്പോൾ എന്തെങ്കിലും ഒരു വിഷയം കോൺട്രവേഴ്സി ഉണ്ടായില്ലെങ്കിൽ അവരായിട്ട് ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കി അവർ എയറിലേക്ക് പോകുന്ന ഒരു സ്ഥിരം പരിപാടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഇന്റർവ്യൂവിൽ തന്നെ കൃഷ്ണകുമാർ തന്നെ സ്വയം പറയുന്നുണ്ട്. കൃഷ്ണകുമാറിനെ പണ്ട് ഫിലിം ഫീൽഡിലൊക്കെ നിൽക്കുമ്പോഴും സീരിയൽ മേഖലയൊക്കെ എല്ലാവരും പറഞ്ഞിരിക്കുന്നത് കൃഷ്ണകുമാർ എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹം തന്നെ സ്വയം ഈ വീഡിയോയിൽ ഉടനീളം പറയുന്നുണ്ട്. അദ്ദേഹം എവിടെ ചെന്നാലും പ്രശ്നങ്ങളായിരുന്നു, അങ്ങനെ കൃഷ്ണകുമാർ എന്നാണ് അദ്ദേഹത്തിന് വിളിച്ചുകൊണ്ടിരുന്നത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പൊ അതൊക്കെ എല്ലാം മാറി അദ്ദേഹം അതിനെല്ലാം പോസിറ്റീവായിട്ട് എടുത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പ്രശ്നം വരുമ്പോഴാണ് അവർക്ക് ആശ്വാസം എന്നാണ് പറയുന്നത്. കാരണം അതിൽ നിന്ന് കിട്ടുന്ന ഒരു പോസിറ്റീവ് ഓറ അവരുടെ ഫാമിലിയെ പല രീതിയിൽ വളർത്തുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ ചെറുതിലെ വളരെയധികം പ്രതികരിക്കുന്ന ഒരാളായിരുന്നു. ധാരാളം പ്രശ്നങ്ങളിൽ ചെന്നപ്പെട്ടിട്ടുണ്ട്. സീരിയൽ മേഖലയിൽ എന്നെ വിളിച്ചുകൊണ്ട് പ്രശ്നകുമാറായി മുകളിൽ പോകുന്നൊക്കെ ഈ ഒരു സ്വഭാവം. പക്ഷെ അന്ന് ഈ പ്രശ്നങ്ങളെല്ലാം കാണുമ്പോൾ നടി ജീവിച്ചിരുന്ന കാണുമോ ചേച്ചി ഇങ്ങനെ പലതും ഇങ്ങനെ നോക്കും. എന്നെ വലിയ ഇഷ്ടമായിരുന്നു. പക്ഷെ ഞാൻ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഒരു ചേച്ചി എന്നെ വിളിച്ചു ഇങ്ങനെ ചോദിച്ചു, എന്താണ് ഇതിന്റെ കാരണം, എന്താണ് ഇതിന്റെ കാരണം എന്ന് ചോദിച്ചു. ഞാൻ കിച്ചണിൽ കൊറോണ നോക്കുന്നത് പലരോട് ചോദിച്ചപ്പോൾ എല്ലാവർക്കും നിങ്ങൾ ഇഷ്ടമാണ്, പക്ഷെ നിങ്ങൾ ഈ പ്രശ്നത്തിൽപ്പെടുന്നു. ഞാൻ ചേച്ചി വഴി കിടന്ന ആൾക്കാരെ പോയി എടുത്തു വണ്ടി ചേർന്ന് അതിന് നേച്ചറിന്റെ അച്ഛനെ കാര്യം പറഞ്ഞു, നമ്മുടെ പ്രവൃത്തി നല്ലതായിട്ടും ആരോപണം വരുന്നുണ്ടെങ്കിൽ ഭൂമി ജീവിച്ചിരിക്കുന്ന മനുഷ്യരെല്ലാവരും തെറ്റ് ചെയ്തിട്ടുണ്ട്. മനസ്സുള്ള ശരീരം കൊണ്ട് തെറ്റിയെത്തില്ല. ഈ തെറ്റുകളൊന്നും ദൈവത്തിന് പേരിയാൻ പറ്റില്ല. ആ സമയത്ത് നമ്മുടെ പ്രവൃത്തി ശരിയായിട്ട് ആരോപണം വരുന്നുണ്ടെങ്കിൽ ആരോപണം ദൈവം തരുന്ന സമ്മാനമാണ്. ആരോപണം നിങ്ങളുടെ ആളെ ക്ലെൻസ് ചെയ്തിരിക്കും, നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞത് ഞാൻ എന്നും എന്നെ മനസ്സിൽ വെക്കും. പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ മക്കളോട് ആരും റിയാക്ട് ആ പ്രശ്നം നല്ലതാണ്. അദ്ദേഹത്തിന്റെ മകളുടെ ബിസിനസിനെ കുറിച്ച് പറയുന്നത്, അതായത് OBOCയുടെ ഷോറൂമുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് നാൾ മുമ്പ് ഒരു ഇഷ്യൂ വന്നിരുന്നു. അതിന്റെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിഷയത്തിൽ തന്നെ 69 ലക്ഷം രൂപ അന്ന് ഇവർക്ക് നഷ്ടം വന്നു. ദിയയും കൃഷ്ണകുമാറും എല്ലാവരുടെ ഒക്കെ വന്ന് പത്രസമ്മേളനം നടത്തുകയും അല്ലാതെയൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനുശേഷമുള്ള ഒരു ദിയയുടെ ആയാലും കൃഷ്ണകുമാറിന്റെ ഫാമിലിയുടെ ആയാലും എന്തെങ്കിലും നമ്മൾക്ക് ആ ഒരു 69 ലക്ഷം രൂപ നഷ്ടപ്പെട്ട ഒരു ഫാമിലിയുടെ ദുഃഖം, അല്ലെങ്കിൽ അതിന്റെ ഒരു എന്തെങ്കിലും ഒരു അംശം അതിൽ അവരുടെ ദിയയുടെ ഭാഗത്തു നിന്നോ ദിയയുടെ ഫാമിലിയുടെ ഭാഗത്തു നിന്നോ ആ ഇടയ്ക്ക് കുറച്ച് ദിവസം പറഞ്ഞതല്ലാതെ, ഇതിനെക്കുറിച്ച് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞതല്ലാതെ ഇത്രയും വലിയ 69 ലക്ഷം രൂപ എന്ന് പറയുന്ന ഒരു ചെറിയ തുകയില്ല. ഈ ഒരു തുക പോയതിന്റെ യാതൊരു വിഷമങ്ങളും നമ്മൾ പിന്നീട് അങ്ങോട്ട് അവരുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അപ്പൊ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ഒരു കളത്തരം അല്ലെങ്കിൽ എന്തെങ്കിലും അത് വാസ്തവമാണോ എന്ന് തോന്നുന്ന രീതിയിലൊക്കെയാണ് അവരുടെ ഫാമിലിയുടെ പെരുമാറ്റം ഒക്കെ നമുക്ക് പലപ്പോഴും ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. മോളുടെ പ്രശ്നം വന്നു, സംഭവം നല്ലപോലെ കൈകാര്യം ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ തന്നെ മോൾക്ക് ഒരു കുഞ്ഞിരിക്കുന്നു, നല്ല കാലം തുറന്നു, പുതിയ സ്ഥാപനം തുറന്നു, നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കും. ഇലക്ഷനുമായി ബന്ധപ്പെട്ട വിഷയം നടന്നു. ചിലപ്പോൾ ഇലക്ഷൻ ഞാൻ സീറ്റ് കിട്ടിയിരിക്കാം, ഞാൻ തോറ്റതിരിക്കാം. പക്ഷേ ഒരു പാൻ ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ ചെയർമാനായിട്ട് വരും. ഒരു നേരം നമ്മൾ ഉണ്ടായിരുന്നത് ആറെ ക്ലെൻസ് ചെയ്യുന്നതാണ് നമ്മൾ വിശ്വസിച്ചപ്പോൾ നടന്ന സംഭവം. ഇപ്പോൾ വേറൊരു വിഷയം നടക്കുന്നുണ്ട് വീട്ടിൽ. ചിലപ്പോൾ നിങ്ങൾ കണ്ടുവേണം കുടുംബം ഏറെ നിൽക്കുക. അത് ഞാൻ പറഞ്ഞു, ഇതിന് പ്രതികരിക്കില്ലേ എന്ന് പറയുന്ന ഒരു മോൾ പ്രതികരിച്ചു പോയി. അപ്പോൾ ഞാൻ തെറ്റില്ല. കാരണം എന്റെ മൂത്ത മോൾ പ്രതികരിച്ചപ്പോൾ എന്റെ പലരും പറഞ്ഞു അത് ചെയ്യണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അതിന്റെ ആംഗിളാണ്. ഇന്ന് എനിക്ക് 58 വയസ്സ്, അവർക്ക് 30 വയസ്സുമാണ്. ഈ ആദ്യത്തെ പെൺകുട്ടി ജനിക്കുമ്പോൾ പറയും അച്ഛന്റെ ഫീമെയിൽ വർഷം എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ എന്റെ 30ാമത്തെ വയസ്സിൽ ഞാൻ ചിലപ്പോൾ വീട്ടിൽ ചുറ്റി കൂട്ടിയേ. ഈ അഹാനയുടെ അമ്മൂമ്മയും അഹാനയും തമ്മിലുള്ള വിഷയത്തെ കുറിച്ച് പറയുന്നത്, കൃഷ്ണകുമാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രതികരിക്കരുത് എന്നാണ് കൃഷ്ണകുമാർ മകളോട് പറഞ്ഞത്. പക്ഷെ മകൾ പ്രതികരിച്ചു. അപ്പൊ അങ്ങനെ ഒരു പ്രതികരണം വരുന്നതെന്ന് പറയുന്നത് നമുക്ക് പോസിറ്റീവ് ഓറ കൊണ്ടുവരും എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അഹാന പ്രതികരിക്കുമ്പോൾ ഇത് മറ്റുള്ള യൂട്യൂബിലുള്ള മറ്റുള്ള ആൾക്കാരെടുത്ത് ഇടുകയും അപ്പോൾ അവർക്ക് അവരുടെ ചാനലിന് കൂടുതൽ റീച്ചും കാര്യങ്ങളും ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ ഈ വീഡിയോ എടുത്ത് റിയാക്ഷൻ വീഡിയോ പോലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഇത് പ്രചരിപ്പിക്കുക ചെയ്യുന്നവർക്ക് അവർക്കും കുറച്ച് പൈസ ഉണ്ടാക്കി കൊടുക്കാൻ തനിക്കും തന്റെ ഫാമിലിക്കും കഴിഞ്ഞിട്ടുണ്ട്. ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും അവർക്കത് പോസിറ്റീവ് ആവുകയാണെന്നൊക്കെയാണ് പറയുന്നത്. മാത്രമല്ല കൃഷ്ണകുമാർ പറയുന്നുണ്ട്, കൊറോണ സമയം എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ കഷ്ടം നിറഞ്ഞ സമയമായിരുന്നു. പക്ഷെ അവർക്കും അവരുടെ ഫാമിലിക്കും വളർച്ചയ്ക്ക് പറ്റിയ ഏറ്റവും നല്ലൊരു സമയം കൊറോണ സമയമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. സത്യമാണ്. അഹാനയും ഹൻസികയും ഇവരെല്ലാവരും യൂട്യൂബ് ചാനൽ കൂടുതൽ സ്ട്രോങ് ആയിട്ട് ഇറങ്ങാൻ തുടങ്ങിയ ഒരു സമയം ഇതായി. യൂട്യൂബ് ഫാമിലി എന്ന് തന്നെ വേണമെങ്കിൽ ഈ കൃഷ്ണകുമാറിന്റെ ഫാമിലിയെ പറയാൻ. കാര്യം അവർക്ക് നമ്മൾ അറിയപ്പെടുന്ന മറ്റു വരുമാന മാർഗങ്ങളൊന്നും അധികം വലിയ രീതിയിലുള്ള വരുമാന മാർഗങ്ങളൊന്നും നമുക്കാർക്കും അറിയത്തില്ല ഈ യൂട്യൂബ് ഫാമിലി അല്ലാതെ. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൃഷ്ണകുമാർ പറയുന്നുണ്ട് ഇതിനെ കുറിച്ചൊക്കെ. നമ്മളെ പറ്റി മോശം പറയുന്ന നമ്മുടെ ഇക്കോസിസ്റ്റത്തിന്റെ ഭാഗമാണ്. അവരെ നമ്മൾ ഉൾക്കൊണ്ട് പോയേ പറ്റും. കാരണം വളരെ രസമായിട്ട് പറയുന്നത് ഒന്നും കരുതിച്ചും പറയാം. ഞാൻ പറയും, ഇപ്പോൾ നീ ഒരു പോസ്റ്റ് ഇടുന്ന 100 ഫ്രണ്ട്സിന്റെ ബന്ധുക്കൾ കഴിച്ചു, എന്റെ ഒരു പോസ്റ്റ് ഒന്ന് കാണേ, ഒന്ന് ഷെയർ ചെയ്യണേ, ഒന്ന് കമന്റ് ചെയ്യണേ. ഒരൊറ്റ ബന്ധുത്തെ സുഹൃത്ത് നോക്കത്തില്ല. അതേസമയം
നമ്മൾ ശത്രു എന്ന് പറയപ്പെടുന്നു ഈ ശത്രുവല്ല അവരിൽ നോക്കും ദിയ കിട്ടി 19-16 സെക്കൻഡിൽ 1 22 26 ഇത് കൊണ്ട് കുറിച്ച് 1000 പ്രേക്ഷകർ ആരൊക്കെയോ അവരുടെ മിസ്റ്റേക്ക് വെച്ചിട്ടുണ്ട്. ഇത് 1000 പ്രേക്ഷകർ 1000 1000 ഇങ്ങനെയാണ് വൈറലാവുന്നത്. നാലോചിച്ച് ആ വ്യക്തികൾ എന്റെ മക്കൾക്ക് എന്റെ കുടുംബത്തിൽ ഉണ്ടാക്കുന്ന ഒരു സബ്സ്ക്രിപ്ഷൻ കൂട്ടിയതും വരുമാനം ഉണ്ടാക്കിയതും എല്ലാത്തിനും അവരും ഒരു കാരണക്കാർ. ഇത് കുറേ പേര് എഴുതുന്നതുകൊണ്ട് അവർക്ക് കുറേ വരുമാനം കിട്ടുന്നു. എത്ര പേർക്ക് എനിക്ക് എന്റെ കുടുംബത്തിനോട് 1000 1000 കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ പറ്റി ഇരുന്നവർക്കും വരുമാനം കിട്ടുന്നു. അവർക്കൊരു സന്തോഷം, നമുക്കൊരു സന്തോഷം. കോവിഡ് എന്ന് പറയുന്ന സാധനം പലർക്കും ജീവിതം തുറച്ചാണ്. ഞങ്ങൾക്ക് ഈ കോവിഡ് ഇല്ലാതെ ഞങ്ങൾ പെട്ടുപോയി. കോവിഡ് ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ കൃഷ്ണകുമാർ പറയുന്നത് എന്ന് വെച്ചാൽ കോൺട്രവേഴ്സി ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇവരായിട്ടൊക്കെ തന്നെ കോൺട്രവേഴ്സി ഉണ്ടാക്കും. കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നത് കൊണ്ട് അപ്പോൾ അവർക്കൊരു വരുമാനം തരുന്നു. കാരണം ഇവർ കോൺട്രവേഴ്സി ഉണ്ടാക്കി ചാനലിൽ ഒരു വീഡിയോ ഇടുമ്പോൾ എല്ലാവരും പോയി ചാനൽ കാണും. അവർക്ക് റീച്ച് കൂടുന്നു, ഫെയിം കൂടുന്നു, അവരുടെ വരവ് കൂടുന്നു, അങ്ങനെ എല്ലാം വ്യൂസ് കൂടുന്നു. അപ്പോൾ അവർക്കൊരു വരുമാനം ഉണ്ടാകുന്നത് തന്നെയാണ്. അതിനുവേണ്ടി തന്നെ മനഃപൂർവ്വം ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നു എന്നുള്ളതിന് ഒറ്റ ഒരു തെളിവ് മറ്റാരുമല്ല പറയുന്നത്, കൃഷ്ണകുമാർ തന്നെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ദിയയുടെ മകന്റെ ബർത്ത്ഡേ വന്നപ്പോൾ ദിയായിട്ട് ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കി, മറ്റൊരു ടീമിനെ വിളിക്കാതിരിക്കുന്ന ഒരു കൊച്ചിനെ തട്ടിക്കൊണ്ട് പോകും എന്നൊക്കെ ഉള്ള രീതിയിൽ എടുത്താൽ തിരിച്ചു തരാതെ കൊണ്ടുപോകുമെന്നൊക്കെ, അതൊക്കെ മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു കോൺട്രവേഴ്സിയാണ്. പിന്നെ ഇവരെ പോലുള്ള ഒരു ഫാമിലിയിൽ എന്ത് കാര്യങ്ങൾ ആര് പറഞ്ഞാലും ആൾക്കാർ എടുക്കുകയും അത് റീച്ച് ആക്കുകയും അവരും വരുമാനം ഉണ്ടാക്കും, ഇവർക്കും വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. എനിക്ക് പറയാൻ താല്പര്യമില്ല, പക്ഷേ എങ്കിലും പറയാം, ഒരു കുഴപ്പവും എന്റെ മക്കൾ കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരാളിപ്പോൾ കല്യാണം കഴിഞ്ഞു, ആ മോൾ കല്യാണം കഴിച്ചിട്ട് മറ്റൊരു ജാതി നിന്ന് മറ്റൊരു ജാതി എനിക്ക് ജാതി വ്യത്യാസമില്ല. പക്ഷേ ഇപ്പോൾ അടുത്ത കല്യാണം കഴിക്കുന്ന വേറെ മതത്തിൽ നിന്നാണ്. എനിക്കിതൊന്നും വിഷയമില്ല. എനിക്ക് ആവുന്നു 4 പെൺകുട്ടികൾ വരുന്നു. 32 വർഷം കഴിഞ്ഞപ്പോൾ എനിക്കിന്ന് പുരുഷന്മാരെ പറ്റി ഒരു വസ്തു അറിയത്തില്ല. കംപ്ലീറ്റ് സ്ത്രീകൾ എന്ത് കാര്യം ഞാൻ പറഞ്ഞുതരാം. അത്ര പവറാണ് സ്ത്രീകൾക്ക് ഇൻഫ്ലുവൻസ്. ഇപ്പോൾ എന്നെ ഇങ്ങനെ ട്വിസ്റ്റുകളാണ്. അതുകൊണ്ട് അവരുടെ ഇൻഫ്ലുവൻസ് അസാമാന്യമായ ഇൻഫ്ലുവൻസ് ആണ്. എനിക്ക് അവർ പറയുന്നതൊക്കെ ശരിയായിട്ട് തോന്നാറുണ്ട്. വസ്ത്രധാരണം പലരും പറയും ചോറ മക്കളെ ആ പരിപാടി ശരി, ഇത് ശരിയല്ല. ഞാൻ സുഹൃത്തെ, എനിക്ക് ബുദ്ധിമുട്ടില്ല, എന്റെ മക്കൾക്ക് ബുദ്ധിമുട്ടില്ല, നിങ്ങൾ ബുദ്ധിമുട്ടില്ല, ടെൻഷൻ അടിക്കാതിരിക്കും. എൻ്റെ എല്ലാവരുടെ സ്വന്തം ഇരിക്കുന്നത്. പക്ഷേ ഞാൻ ഒരിക്കലും കേട്ടേ ചെയ്യാറില്ല. അത്ര ഉള്ളവരാണ്. അവരുടെ കൂടെ ഒത്തു പോവുക. മാത്രമല്ല ഇതിന് മുമ്പ് പലവട്ടം പറഞ്ഞത്, നമ്മുടെ കൂടെ ഇരിക്കുന്നിടത്തോളം കാലം പരമാവധി വഴക്ക് കൂടും കേട്ടോ. കാലം അവരുടെ കൂടെ ജീവിക്കാൻ പറ്റിയ പോകാനാണ് ഇഷ്ടം. ചിലപ്പോൾ അവർ മാറ്റിയതാണോ ഞാൻ മാറിയതാണോ ഒന്നും എനിക്കറിയില്ല. അങ്ങേയറ്റം സന്തുഷ്ടമായ 5 പേരെ കൂടെ പോകും. ഇപ്പൊ കൃഷ്ണകുമാർ തന്നെ പറയുന്നത് യൂട്യൂബിൽ നിന്ന് നിലനിന്ന് പോകാൻ തന്റെ ഫാമിലിക്ക് നല്ലോണം അറിയാമെന്നാണ് ഈ വീഡിയോയിൽ കൃഷ്ണകുമാർ പറയുന്നത്. ശരിയാണ്, അവർക്ക് കറക്റ്റായിട്ട് അറിയാം. അവർ ഓരോരുത്തരും ഓരോരോ കോൺട്രവേഴ്സി മാറുന്നതനുസരിച്ചിട്ട് ഓരോ മാസങ്ങൾ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ അവർ ഓരോ കോൺട്രവേഴ്സി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ അർത്ഥം അവർക്ക് യൂട്യൂബിൽ നിലനിന്ന് പോകേണ്ടത് എങ്ങനെയാണെന്ന് നല്ലോണം ഇപ്പൊ ഇത്രയും വർഷങ്ങൾ കൊണ്ട് അവർ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കൃഷ്ണകുമാർ പറയുന്നുണ്ട് മക്കളുടെ ഒരു കാര്യത്തിലും താൻ ഇടപെടാറില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യവും വസ്ത്രം ചൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഒക്കെ അവർക്ക് തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഹൻസികയുടെ ഒരു വീഡിയോ നമുക്ക് എല്ലാവർക്കും അറിയാം. ഹൻസികയുടെ വസ്ത്രധാരണ രീതി വളരെ മോശമായ ഒരു രീതിയായിരുന്നു. അത് അവർ തന്നെ അവസാനം ക്ഷമ ചോദിച്ചുകൊണ്ട് പോസ്റ്റൊക്കെ ഇടുകയൊക്കെ ചെയ്തിരുന്നു. അപ്പം അത്രയും ആ ക്ഷമാപണം ചെയ്ത കുട്ടി നടത്തിയിട്ടും അച്ഛനും മകളെ തിരുത്തണമെന്നൊന്നും തോന്നിയിട്ടില്ല. അപ്പം തെറ്റ് ചെയ്യുമ്പോൾ മക്കളായാലും ആരായാലും തിരുത്തുക എന്നുള്ളതാണ് ഒരു ഫാമിലിയിലെ അച്ഛനായാലും അമ്മയായാലും ചെയ്യേണ്ട കർത്തവ്യം. തെറ്റ് മക്കൾ ചെയ്താൽ തിരുത്തുക. അങ്ങനെ പോലും തിരുത്താൻ താൻ തയ്യാറല്ല എന്നാണ് പിന്നെ കൃഷ്ണകുമാർ പറയുന്നത്. മക്കളെ അത്രയും സ്വാതന്ത്ര്യത്തോടെ അവർ ജീവിക്കാൻ അനുവദിച്ചിരിക്കുകയാണെന്നാണ് കൃഷ്ണകുമാർ പറയുന്നത്. ഇപ്പൊ ഈ ലാസ്റ്റ് പോയിന്റിൽ പോലും കൃഷ്ണകുമാർ പറയുന്നത് എന്താ തനിക്കൊരു കൊച്ചുമകനെ കിട്ടി, അപ്പോ 4 പെൺകുട്ടികളുണ്ട്, 5 പേരും മക്കൾ 5 പേരും ഒത്ത് അവർ ഹാപ്പിയാണെന്നാണ് പറയുന്നത്. അപ്പം വീണ്ടും ഒരു കോൺട്രവേഴ്സി ഇതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. അവരുടെ വീട്ടിലൊരു മരുമകനുണ്ട്, മരുമകനെ എല്ലാവരും മകനായിട്ട് കാണുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവരുടെ വീട്ടിൽ അങ്ങനെയല്ലെന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. നമുക്ക് പല വീഡിയോയിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളതും അവർ തന്നെ നമുക്ക് മനസ്സിലാക്കി തന്നതും അത് തന്നെയാണ്. ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലാണ് കൃഷ്ണകുമാരുടെ വർത്തമാനം വന്നിരിക്കുന്നത്. 5 മക്കളും സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കുന്നു. അപ്പൊ നമ്മുടെ ദിയയുടെ ഹസ്ബൻഡിന്റെ കാര്യം നമ്മൾ എവിടെ അവർ കൂട്ടിച്ചേർത്തു എന്നുകൂടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയൊക്കെ കാര്യങ്ങളാണ്. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.